അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ അളന്നിട്ട് എടുക്കുക. ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ 2 ഗ്ലാസ് റവ അളന്നെടുക്കുക. അപ്പോൾ റവ എടുക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റവ അതുപോലെ പൊടിയായിട്ട് തരിയുള്ള റവ വേണം എടുക്കാനായിട്ട്. കുറച്ച് തരി വലിപ്പമുള്ള റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ തീരെ പൊടിയായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. നമ്മൾ എത്രയാണോ റവ അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി വേണം പഞ്ചസാര എടുക്കാനായിട്ട്. 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുക്കുക. അപ്പൊ നിങ്ങൾ 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിന്റെ നിങ്ങൾ 1 കപ്പ് അളവിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഇതിന്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് അതിന്റെ സീഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3-4 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ സീഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക ഒന്നും ചേർക്കാതെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി പഞ്ചസാര നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന റവ ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിറം മാറാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത റവയാണെന്നുണ്ടെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കുക. റവ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും റവ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നുമില്ല, വെറും 3 ചേരുവ മാത്രമേ ഉള്ളൂ. ഇപ്പൊ റവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. റോസ്റ്റ് ചെയ്യാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ഒക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ റവ നന്നായിട്ട് ചൂടായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. 2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പകുതി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയും എടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് എണ്ണയും എടുക്കാവുന്നതാണ്. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നെയ്യിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളിതിൽ ഏലക്ക ചേർക്കാത്തത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇല്ലാതെ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏലക്ക പൊടിയോ ഏലക്കയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബാക്കി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ആ വെള്ള ഭാഗം ചിരകി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിറം മാറാത്ത രീതിയിൽ വറുത്തെടുക്കുക. ചൂട് മാറിയിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിന്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് വീട്ടിൽ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്
ഇതാ ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിറം മാറാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും 1 ടേബിൾ സ്പൂൺ ബദാമും ഇട്ട് പൊടിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെയും ഇതുപോലെ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും കുറച്ച് ബദാമും വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങയോ ഫ്രൈ നട്ട്സോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് പഞ്ചസാര പൊടിച്ചതുമായിട്ട് റവ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇത് നല്ല ചൂടാണ്. ഇത് നല്ലോണം ഒന്ന് ചൂട് മാറണം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുമിച്ച് പൊടിക്കരുത്, ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത്തെ ബാച്ച് പൊടിച്ചതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുഴഞ്ഞ പരുവത്തിനാണ് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ റവ കിട്ടുന്നത്. ചെറുതായിട്ടൊന്ന് നമ്മൾ പൊടിച്ചെടുക്കുന്ന റവ ചൂടാവും. ഇനി നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് അരക്കപ്പ് എടുത്തതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുള പിടിച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. വെറും 3 ചേരുവകൾ മാത്രം മതി. റവയും പഞ്ചസാരയും നെയ്യും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് കിട്ടും. ഇനി ഇത് നമുക്ക് കൈ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് നെയ്യിൽ തടവുക. എന്നിട്ട് ഉരുള പിടിച്ച് ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. കുറച്ച് മിക്സ് എടുക്കുക. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റവ ലഡു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. വെറും 3 ചേരുവകൾ മാത്രം മതി. വീട്ടിൽ റവയും പഞ്ചസാരയും നെയ്യും ഉണ്ടെങ്കിൽ ഇതുപോലെ സൂപ്പറായിട്ട് നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൽ പാലോ അതുപോലെ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്